പ്രചാരണ രംഗത്ത് സജീവമല്ലെന്ന വിമർശനങ്ങൾക്കിടെ രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിലെത്തുകയാണ്. മുസഫർപൂരിലെയും ദർബാംഗിലെയും റാലികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സഖ്യകക്ഷികളായ CPI, IIP എന്നിവർക്കെതിരെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ ആഴ്ച പ്രിയങ്ക ഗാന്ധി പ്രചാരണം ആരംഭിക്കും. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നമുക്കറിയാം, തേജസ്വിയും രാഹുൽ ഗാന്ധിയും ഒരേ വേദിയിൽ, പ്രചാരണ വേദിയിൽ എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. ആ വിമർശനങ്ങൾക്കിടെയും ആക്ഷേപങ്ങൾക്കിടെയും ഒക്കെ എന്തായാലും അല്പം ഒന്ന് വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധി പ്രചാരണത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന 2 റാലികളാണ് ഉള്ളത്. ഒന്ന് മുസഫർപൂരിലെ റാലി, മറ്റൊന്ന് ദർബാംഗിലെയും റാലിയാണ്. അപ്പോൾ ഈ 2 റാലികളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മഹാസഖ്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു സഖ്യകക്ഷികളായവർ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് ചില മണ്ഡലങ്ങളിൽ എന്നുള്ളതാണ്. അപ്പോൾ CPI, IIP എന്നിവർ നേർക്കുനേർ വരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയാണ് പ്രചാരണത്തിനായി എത്തുന്നത്. ഈ ആഴ്ച എത്തും എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള റിപ്പോർട്ടുകൾ. രാകേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എന്തേ എത്തുന്നില്ല എന്ന ചോദ്യങ്ങൾക്കിടയിൽ എന്തായാലും ഒരല്പം വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധി എത്തുകയാണ്. തേജസ്വിയും രാഹുലും ഒരുമിച്ച് പ്രചാരണ വേദികളിൽ ഇന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനിടെ ഇന്നലെ നമുക്കറിയാം, പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കിയിരുന്നു മഹാസഖ്യം. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അതിന്റെ അടക്കം വിശദാംശങ്ങൾ. പ്രചാരണം ആദ്യം തുടങ്ങിയത് ഇത്തവണ രാഹുൽ ഗാന്ധി ആയിരുന്നു. വോട്ടവകാശ യാത്രയിലൂടെ ആ യാത്ര സംസ്ഥാനത്തെ പല ജില്ലകളിലൂടെയും സഞ്ചരിച്ചു. അങ്ങനെ പ്രചാരണത്തിന് ഒരു വേഗം ഇന്ത്യ സഖ്യത്തിന് ആദ്യം കൈവന്നിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് നിർണയം ഒക്കെ തന്നെ ഇന്ത്യ സഖ്യത്തെ പിന്നോട്ടടിപ്പിക്കുന്നതാണ് ബീഹാറിൽ കണ്ടത്. NDAയിൽ കാര്യമായ പൊട്ടിത്തെറിയില്ലാതെ അവർക്ക് സീറ്റ് നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ സഖ്യകക്ഷികൾ തന്നെ നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി ആകട്ടെ വോട്ടവകാശ യാത്രയ്ക്ക് ശേഷം സംസ്ഥാനത്ത് പ്രചാരണത്തിനായി എത്തുകയും ചെയ്തില്ല. കാരണം സെപ്റ്റംബർ ആദ്യ വാരമാണ് വോട്ടവകാശ യാത്ര പട്നയിൽ സമാപിക്കുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി ഒരു തവണ ബീഹാറിലെത്തി, പട്നയിലെത്തി. അത് AICC യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്, പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 24-ാം തീയതി എത്തിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 56 ദിവസമായി പ്രചാരണ രംഗത്ത് ബീഹാറിൽ രാഹുൽ ഗാന്ധി ഇല്ല. ഇത് പല കോണുകളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് നടക്കെ തന്നെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഏതായാലും ഇപ്പോൾ എത്തുന്നത്. ഇന്നിപ്പോൾ 29. അങ്ങനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അല്ലെങ്കിൽ വോട്ടിലേക്ക് പോകാൻ ഒരാഴ്ച മാത്രമാണ് ബീഹാറിൽ ബാക്കിയുള്ളത്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി ഇന്ന് ഏതായാലും ഈ പ്രചാരണത്തെ എന്തുകൊണ്ട് സജീവമല്ല എന്ന വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് എത്തുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് 2 യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് മുസഫർപൂരിലും മറ്റൊന്ന് ദർബാംഗയിലുമാണ്. ഇതിൽ മുസഫർപൂരിൽ സംയുക്ത റാലിയാണ്. തേജസ്വി യാദവിനൊപ്പമാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുക. ഈ റാലിയിൽ സർക്കാർ മണ്ഡലം, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് തോറ്റ മണ്ഡലം കൂടിയാണിത്. അതായത് NDA സഖ്യത്തിന്റെ കൈവശമുള്ള സീറ്റാണ്. അത് 12:30-ക്കാണ് ഈ റാലി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ദർബാംഗയിലെ പരിപാടി. ഇവിടെ സഖ്യകക്ഷികൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നത്. ഏതായാലും ഛഠ് പൂജയൊക്കെ തന്നെ ബീഹാറിൽ സമാപിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഏതായാലും രാഹുൽ ഗാന്ധി, ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രചാരണ രംഗത്ത് പിന്നോട്ട് പോയിട്ടില്ല. 7-ാം തീയതി വരെ രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് 12 റാലികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും അടുത്ത ദിവസം ഏതായാലും പ്രചാരണത്തിനായി സംസ്ഥാനത്ത് എത്തുകയാണ്. മല്ലികാർജുൻ ഖാർഗെയും അടുത്ത ദിവസം, അതായത് 31-ാം തീയതിയായി സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഇങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളൊക്കെ തന്നെ സംസ്ഥാനത്ത് സജീവമാകുകയാണ്. കാരണം ബീഹാർ ഏറ്റവും നിർണായകമാണ് ഇന്ത്യ സഖ്യത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ അതിനുശേഷം വലിയ സാധ്യത ഉണ്ടായിട്ടും മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു. ഹരിയാന കോൺഗ്രസ് വിജയിക്കുമെന്ന് കരുതിയതാണ്, പക്ഷേ അതല്ല സംഭവിച്ചത്. അങ്ങനെ വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. ബീഹാർ തന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാസഖ്യം തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിന്റെ മോശം പ്രകടനമായിരുന്നു. ഇത്തവണ അത് ആവർത്തിച്ചാൽ കോൺഗ്രസ് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ
12 റാലികളിൽ പങ്കെടുക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വലിയ അമർഷമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒന്ന്, സീറ്റ് നിർണയം വലിയ തോതിൽ നീട്ടിക്കൊണ്ടുപോയി, അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി കോൺഗ്രസിൽ തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് ഏതാണ്ട് 100 വോട്ടിനും 150 വോട്ടിനും ഒക്കെ തോറ്റ സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ സീറ്റ് നൽകിയില്ല. പകരം വലിയ മാർജിനിൽ തോറ്റ പലർക്കും സീറ്റ് നൽകി. അതിൽ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തിയുണ്ട് എന്ന സൂചനകളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഏതായാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് മുതൽ ബീഹാറിൽ പ്രചാരണത്തിൽ സജീവമാകുകയാണ്. ആര്യ. യെസ്, ഇനി നമ്മൾ NDA ക്യാമ്പിലേക്ക് എത്തിയാൽ നമുക്കറിയാം, ഈ തുടക്കത്തിൽ മഹാസഖ്യത്തിന് നേരിട്ട വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ NDA ക്യാമ്പിലേക്ക് എത്തിയാൽ ഈ സീറ്റ് വിഭജനം അടക്കം കൃത്യമായ സമയത്ത് അവർ നടപ്പാക്കിയെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ആ ഒരു പേര് ഉയർത്തിക്കാണിക്കാൻ, ശക്തമായി ഉയർത്തിക്കാണിക്കാൻ ഇപ്പോഴും NDA സഖ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും മഹാസഖ്യം ആ വിഷയം ഉയർത്തിക്കാട്ടി തന്നെയാണോ പ്രചാരണത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നത്? ഈ നിതീഷ് കുമാർ തന്നെയാണ് എന്ന് തർപ്പിച്ച് പറയുന്നുണ്ടോ NDA സഖ്യകക്ഷികളും BJP നേതാക്കന്മാരും? അത്തരമൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ NDA നടത്തിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ ആദ്യ റാലി, കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ റാലി, അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ നിർണായകമാണ്. പ്രത്യേകിച്ച് അവിടെ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ആദ്യം ചിരാഗ് പാസ്വാനെ ആണ് ആശംസ അറിയിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് നിതീഷിനെ വിളിക്കൂ എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം, നിതീഷിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകും, NDA സഖ്യം വലിയ വിജയം നേടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അത് ഒരു അനുകൂല ഘടകമായി തന്നെയാണ് JDU നേതാക്കൾ വിലയിരുത്തുന്നത്. അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും നിതീഷിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ഒരു അനുകൂല ഘടകം ആയി തന്നെ JDU ക്യാമ്പ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത്തരമൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ BJPക്ക് അറിയാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് നിതീഷിന് എങ്കിൽ പോലും നിതീഷിന് ഇപ്പോഴും ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിലും പിന്നാക്ക വിഭാഗങ്ങൾക്കിടയും വലിയ സ്വാധീനമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി അത്തരമൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, കേന്ദ്ര ഭരണത്തിൽ മുൻകാലങ്ങളിലേത് പോലെയല്ല BJPക്ക്, പ്രത്യേകിച്ച് JDU, അവിടെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഘട്ടത്തിൽ JDU ഒരു നിർണായക സഖ്യകക്ഷിയാണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ TDP കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കക്ഷികളൊന്നായി JDU വരും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും നിതീഷിനെ തള്ളിപ്പറയാതെ നിതീഷിനെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചിരാഗ് പാസ്വാൻ പലപ്പോഴായി നിതീഷിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് രാംവിലാസ് പാസ്വാനും നിതീഷും തമ്മിൽ വലിയ ശത്രുത നിലനിന്നിരുന്നു. ഒരേ മുന്നണിയിൽ നിൽക്കുമ്പോൾ പോലും കഴിഞ്ഞ തവണ JDUവിനെതിരെ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച വ്യക്തിയാണ് ചിരാഗ്. പക്ഷേ ഇത്തവണ പലപ്പോഴായി ചിരാഗ് പാസ്വാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, നിതീഷ് കുമാർ തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പ്രതികരണത്തിലേക്ക് ചിരാഗ് പാസ്വാനും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നിതീഷിനെ മുൻനിർത്തിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്ന തന്ത്രം തന്നെയാണ് BJPയും മറ്റ് സഖ്യകക്ഷികളും ഒക്കെ തന്നെ ബീഹാറിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാകേഷാണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.